അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. വെള്ളക്കടല സാലഡ് അല്ലെങ്കിൽ ചനക്കടല സാലഡ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇതൊരു 5 മണിക്കൂർ നേരമായിട്ട് ഞാൻ ഈ കടല വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചാറ്റ് മസാലയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു കുക്കർ എടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാൻ പോവുകയാണ് ഞാൻ. അങ്ങനെ 2 വിസിൽ കേട്ടതിന് ശേഷം ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ആ മാറ്റി വെച്ച നേരം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള മറ്റുള്ള ചേരുവകൾ എടുക്കാം. ഒരു തക്കാളി, ഒരു സവാള, ഒരു പച്ചമുളക്, മല്ലിയില, പുതിനയില, 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കുക്കുംബർ പീസ്, ചെറിയൊരു പീസ് നാരങ്ങ. ഇതെല്ലാം ഒന്ന് അരിഞ്ഞു വെക്കണം കേട്ടോ. ഇതാ ഞാനെല്ലാം സാലഡിനരിയും പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് മറ്റുള്ള കുറച്ച് മസാലകളും കൂടി ആവശ്യമുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കാശ്മീരി പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവയും ഗരം മസാലയും കൂടി ഇതിനാവശ്യമുണ്ട്. അതും കൂടി ഞാനിതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അല്ലെങ്കിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ഒഴിക്കുക. ബട്ടർ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, 3 അല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കി വെച്ച വെളുത്തുള്ളി എടുത്ത് അതിലിട്ട് കൊടുക്കുക. അതിനുശേഷം മസാലപ്പൊടികളും അതിലിട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ മസാലകളൊക്കെ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഈ ചെറിയ തീയിൽ ഇത് വെച്ചിട്ട് ഈ മസാലയും വെളുത്തുള്ളിയും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ആ ഒരു മൂത്ത മണം വരുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച വെള്ളക്കടല, വേവിച്ച് വെച്ച വെള്ളക്കടല എടുത്ത് ഇതിലേക്ക് ഇടുക. കണ്ടില്ലേ? അങ്ങനെ ഇത് മുഴുവൻ ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഈ മസാലയുമായിട്ട് കടലയെ മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തീ ചെറിയ സ്പീഡിൽ തന്നെ അവിടെ കിടന്നോട്ടെ. അങ്ങനെ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് കുറവായിരുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ താരം ചാട്ട് മസാലയെ പുറത്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ ചാട്ട് മസാല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് എത്ര വേണമോ അത്രയും ഇടുക. അപ്പോൾ ഈ ചാട്ട് മസാലയും കുരുമുളക് പൊടി ഇനി ഞാൻ ഇടാൻ പോവുകയാണ്. ഒക്കെ ഇട്ട ഈ കടലയുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. നല്ല മഴയും നല്ല കട്ടൻ ചായയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് സിറ്റ് ഔട്ടിലിരുന്ന് ഈ സാലഡും കൂട്ടി മഴയും കണ്ട് ആസ്വദിച്ച് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതാ ഞാൻ ഈ കുരുമുളക് പൊടി കുറച്ചും കൂടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഇടാം. എരിവ് എത്രയാണോ വേണ്ടത്, ഇവിടെ എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് എരിവ് കുറച്ചുകൂടി ഇടുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി സവാള, പച്ചമുളക്, തക്കാളി, കുക്കുംബർ, പിന്നെ ചെറുനാരങ്ങ നീര്, മല്ലിയില, പുതിനയില, ക്രഷ്ഡ് ചില്ലി, ഇതെല്ലാം ചേർക്കുകയാണ് ഞാൻ. എല്ലാം ഓരോന്നോരോന്നായി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. മല്ലിയില, പുതിനയില, ക്രഷ്ഡ് ചില്ലി നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, കാരണം കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിക്ക് പിന്നെ എരിവില്ലല്ലോ. അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്യാണ്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിത് കഴിക്കാം. ഇതിൽ പിന്നെ മറ്റൊന്നും ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, വളരെ കുറഞ്ഞ ചേരുവകളും മതിയല്ലോ. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, പറയാൻ മറന്നുപോയി.